എന്തായാലും വിജയുടെ പുതിയ ചിത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ, തെറി. അതിലെ ഒരു വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ബിനീഷാണ് നമ്മോടൊപ്പം ഇന്ന് പുലർവേളയിൽ ചേരുന്നത്. തോപ്പുംപടി സ്വദേശിയാണ്, കൊച്ചി തോപ്പുംപടി സ്വദേശിയാണ്. 80ഓളം സിനിമകളിൽ വിജയ് ചിത്രം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ചെന്നൈ സ്വദേശിയോ മറ്റോ ആണെന്ന്. അല്ല, മലയാളിയാണ്, തോപ്പുംപടി സ്വദേശി ബിനീഷ്. നമുക്ക് ബിനീഷിലേക്ക് പോകാം. ബിനീഷ്, ഞങ്ങൾക്ക് രാവിലെ ഒരു വില്ലനെ കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് തെറിയിലേക്ക് എത്തുന്നത്? മലയാളത്തിൽ 80ഓളം സിനിമകളിൽ ചെയ്തു അല്ലേ? അതെ അതെ അതെ. തെറിയിലെ അതിന്റെ ഒരു വില്ലൻ കഥാപാത്രം തന്നെ എങ്ങനെ അതിലേക്ക് എത്തി? തെറിയിലേക്ക് എത്തപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവാട ആക്ഷൻ ഹീറോ ബിജു അത് ചെയ്തതിന് ശേഷം ഞാനൊരു ഏതെങ്കിലും ഒരു പടം വേറൊരു പടത്തിന് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയായിരുന്നു. അപ്പോഴാണ് ചെന്നൈയിൽ നിന്നൊരു വിളി വന്നത്. കഴിഞ്ഞ വർഷം ഞാൻ സ്ക്രീൻ ടച്ച് മീഡിയ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കമ്പനിയുണ്ട്, അതിലേക്ക് എൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെറിയിലൊരു വില്ലനെ വേണമായിരുന്നു, മലയാളം തമിഴും സംസാരിക്കുന്ന ഒരു വില്ലനായിരിക്കണം. ഒരു പ്രത്യേക ലുക്ക് വേണം. ആറ്റ്ലി സാറ് ഒരുപാട് പേരെ നോക്കിയതാണ് നമ്മൾ കേരളത്തിൽ നിന്ന്. ലാസ്റ്റ് ആ സ്ക്രീൻ ടച്ച് മീഡിയയിൽ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ആണ് ആറ്റ്ലി സാറാണ് വിജയ് സാറിനെ ഫോട്ടോ കാണിച്ച് അങ്ങനെയാണ് ആ സിനിമയിൽ സെലക്ഷൻ ആയത്. എന്തായാലും അവർ ഉദ്ദേശിച്ച ലുക്ക് ഫീച്ചേഴ്സ് ഒക്കെ ബിനീഷ് ഉണ്ടായിരുന്നു. അതെ അതെ, അവിടെ ചെന്നപ്പോൾ അവര് കറക്റ്റ് ലുക്കാണെന്ന് പറഞ്ഞു, ലുക്ക് ബേസ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ആ പടത്തിൽ കിട്ടിയത്. ഈ തെറിയെ സംബന്ധിച്ച് കേരളം കൂടെ കുറച്ച് പശ്ചാത്തലമാകുന്ന ഒരു സിനിമയാണ് അല്ലെ? വിജയ് 3-4 കഥാപാത്രങ്ങളായി എത്തുന്നു, അതിലൊരു കഥാപാത്രം കേരളത്തിൽ അല്ലെ ഒരു പശ്ചാത്തലം ഒരുക്കുന്നു. എന്താണ് അത്? ആ ഒരു വില്ലൻ വേഷമാണെങ്കിൽ കൂടെ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഒരു സീനുകൾ എങ്ങനെയാണ്? ആ ഒരു കഥാപാത്രം എന്താണ്? എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സീനും വിജയ് കോമ്പിനേഷൻ സീനാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളത്തിൽ വന്നൊരു ക്യാരക്ടറാണ്. മലയാളവും തമിഴും സംസാരിക്കുന്നുണ്ട് ഞാൻ. ഇപ്പം യുവാക്കളെ സംബന്ധിച്ച് ആറ്റ്ലി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ആയിരിക്കുന്ന വിജയ് അഭിനയിച്ചിരിക്കുന്ന ചിത്രം എന്നൊക്കെ പറയുമ്പോൾ പലരെയും സംബന്ധിച്ച് വളരെ രസകരമായ ഒരു ചാൻസ് തന്നെയാണ്, വളരെ എക്സൈറ്റിംഗ് ചാൻസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ശരിക്കും സിനിമയിലേക്ക് വന്ന് കുറെ നാളെ ഞാൻ സ്വപ്നം കാണുന്നു, രജനീകാന്തിന്റെ കൂടെയും വിജയുടെ കൂടെയൊക്കെ അഭിനയിക്കാനായിട്ട് സ്വപ്നം കാണുന്നു. ശരിക്കും എന്റെ ഒരു സ്വപ്നം നടന്ന പോലെ എനിക്ക് കാണണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ ഒരു തെറിയ തന്നെ പടത്തിൽ ഇളയ തലമുറയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു ഫൈറ്റ് ഉണ്ടോ? വിജയമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. ഞാൻ വിജയനെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വലിയൊരു അനുഭവമായിട്ടാണ് കാണുന്നത്. വിജയുടെ ഇടിച്ചതാണ് ഇപ്പൊ പ്രശ്നമായിട്ടിരിക്കുന്നത്. വിജയ് ഫാൻസിന്റെ കൂടെ പടം കാണണം, അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നല്ല. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് വിജയ്. വിജയ് തൊട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അതാണ് ഇപ്പൊ. എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു മറ്റ് അനുഭവങ്ങൾ എങ്ങനെയാണ് ഷൂട്ടിന്റെ സമയത്തും? അല്ലെങ്കിൽ ഷൂട്ട് എനിക്ക് ഗോവയിലൊക്കെയാണ് ഷൂട്ട്, ചെന്നൈയിലും ഗോവയിലൊക്കെയാണ് എനിക്ക് പടത്തിന്റെ ഷൂട്ട് ഉണ്ടായത്. രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ വിജയ്, എമി ജാക്സനും പിന്നെ വിജയുടെ മകളായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, മീനയുടെ കുട്ടിയാണത്. ആ ഒരു കോമ്പിനേഷൻ സീനിൽ ആ വിജയുടെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടി തന്നെ ശരിക്കും എന്നെ വരട്ടണം, എന്നോട് ചൂടായി സംസാരിക്കണം. ശരിക്കും ആ കുട്ടി എന്നെ ആദ്യമായിട്ട് കാണണേണെന്ന്. അപ്പൊ ക്ലോസ് ആണ് ആദ്യം തന്നെ എടുക്കുന്നത്. എന്റെ ഫേസ് ആയിട്ട് നോക്കിയിട്ട് വരട്ടാൻ പറ്റില്ല, ആ കൊച്ചു കരയാണ്. എന്റെ എന്താണെന്നറിയാൻ പറ്റില്ല, എന്റെ ഫേസ് ആയിട്ട് നോക്കിയിട്ട് കരയാണ്. ആറ്റ്ലി സാർ പറഞ്ഞു ഇങ്ങനെ അത് പാവം മനുഷ്യനാണ്, അത് സിനിമക്ക് വേണ്ടിയാണ്, ഇങ്ങനെ താടിയൊക്കെ വെപ്പ് താടി വെച്ചെങ്ങനെയാണ്, മീശ വെപ്പ് താടി വെച്ചെങ്ങനെയാണ്, കൊച്ചുകുട്ടിയുടെ മനസ്സാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെ അതെ. അപ്പൊ ആറ്റ്ലി സാറ് ആ കൊച്ചിനെ 2 വീലറിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. 2 റൗണ്ടൊക്കെ ഒന്ന് കറക്കി. അപ്പൊ ഞാൻ ചെന്ന് സംസാരിച്ച് ഞാൻ കൊച്ചിനോട് വെപ്പ് താടിയാണ്, മീശയൊക്കെ വെപ്പ് താടിയാണ്. ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കുട്ടി ഉച്ച കഴിഞ്ഞിട്ടാണ് ആ ഷോട്ട് എടുത്തത്. ഷോട്ട് തിരിച്ച് പേടിപ്പിക്കാൻ എനിക്ക് സുഖമാണ്. എനിക്ക് പെട്ടെന്ന് കണ്ണൊക്കെ ഒന്ന് മുഴിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചോളും കൊച്ചി. പിന്നെ എന്തായാലും ഷൂട്ട് കാര്യമായി തന്നെ മുടങ്ങും. അങ്ങനെ പേടിപ്പിക്കാൻ പോയി എന്നെ കാണുമ്പോൾ മാത്രം കൊച്ചിന് പേടി. ബാക്കി വിജയ് സാറിനോടും മറ്റുള്ള ആർട്ടിസ്റ്റിനോടൊക്കെ ഭയങ്കര ഇണക്കമാണ് കൊച്ചി. അല്ല, സിനിമയിൽ ഈ ഒരു ലുക്കിലാണോ വരുന്നത്? ഇപ്പൊ കാണുന്ന ഈ ലുക്കിലാണോ? ഈ ലുക്കിൽ തന്നെയാണ് സിനിമയിൽ. ഈ ലുക്കാണ് അവർക്ക് വേണ്ടത്. മലയാളത്തിൽ എങ്ങനെ തുടങ്ങി? പാണ്ടിപ്പടയാണെന്ന് തോന്നുന്നു അല്ലെ? ഞാൻ ആദ്യ കാലങ്ങളിൽ ബോഡി ബിൽഡിങ്ങും ഫാഷൻ ഷോ ഒക്കെ ആയിരുന്നു ഞാൻ ആദ്യം. ശരിക്കും ബോഡി ബിൽഡിങ് മിസ്റ്റർ എറണാകുളമായി ആ വർഷം. അപ്പൊ ആ വർഷം മിസ്റ്റർ എറണാകുളമായിട്ടുള്ള കുറച്ച് പിള്ളേർക്ക് ഗുണ്ടായിട്ട് പാണ്ടിപ്പടയിൽ അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സിനിമയിലൊക്കെ എൻട്രി. അതും രാജൻ പിതാവിന്റെ കൂടെ ഉള്ള ഒരു ഗുണ്ടായിട്ടാണ്. കൂടുതലും ഗുണ്ടാ വേഷങ്ങളും അങ്ങനെയുള്ള വേഷങ്ങളും കൂടുതൽ ചെയ്തേക്കുന്നത്. എനിക്കൊന്ന് ഈ ന്യൂ ജനറേഷൻ സിനിമകൾ വന്നപ്പോൾ നിങ്ങൾക്കൊരു കൂടുതൽ അവസരങ്ങളൊക്കെ കൂടുതൽ ലഭിക്കാൻ തുടങ്ങി തോന്നല്ലേ? അതെ അതെ അതെ. കഞ്ചാവ് അടിക്കുക, അല്ലെങ്കിൽ പോലീസ് ഓടിക്കുക. ഈ അഭിനയിച്ച പല ചിത്രങ്ങളിലും പലതിലും ഡയലോഗ്സ് പോലും ഉണ്ടായിരുന്നിരിക്കില്ല. ആദ്യകാലങ്ങളിൽ ഡയലോഗ്സ് ഒന്നും ഇല്ല. ഒരുപാട് ഫൈറ്റ് സീനിലാണ്. എനിക്ക് ഇപ്പൊ 2 വർഷത്തിനിടയിലാണ് ഡയലോഗ്സും ചെറിയ ക്യാരക്ടർ വേഷവും കിട്ടാൻ തുടങ്ങിയത്.
ഓക്കെ, അപ്പം ഈ തെറി എത്രത്തോളം ഇപ്പം കരിയറിനെ സംബന്ധിച്ച് എത്രത്തോളം ബ്രേക്ക് ആവും? ബിക്കോസ് ഈ തമിഴിലുമൊക്കെ കൂടുതൽ ചാൻസുകൾ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. തെറി ലൊക്കേഷനിൽ വെച്ച് തന്നെ നമ്മുടെ കാലവൈരഭ എന്ന് പറഞ്ഞ പടം കാഞ്ചന 2ന്റെ ഡയറക്ടർ ലോറൻസ് സാറിന്റെ ഒരു പടം കമ്മിറ്റ് ആയിരുന്നു. അത് തെറി അഭിനയിക്കാൻ പോയതുകൊണ്ട് കിട്ടിയതാ. പിന്നെ തെറി അഭിനയിച്ചുകൊണ്ട് ഭയങ്കര ഇതാണ്. ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിലും പുറത്തേക്ക് മറ്റുള്ള ഒരു ഇമേജ് പോലെയല്ല, ഇത്ര നാൾ സിനിമ അഭിനയിച്ച പോലെയല്ല. തെറിയിൽ അഭിനയിച്ച ചേട്ടൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും തെറിയിൽ അഭിനയിച്ചു. നാട്ടുകാർ ഇത് കണ്ടു കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും അല്ലേ, നല്ലൊരു റെസ്പോൺസ് കിട്ടിയ. അതെ അതെ അതെ. ബിനീഷ് എന്താണ് തോന്നുന്നത്? നമുക്ക് മലയാളത്തിലായാലും ഇപ്പോൾ പാലങ്കേ നായർ, ജോസ് പ്രകാശ്, ദേവൻ, രാജൻ പി ദേവ് ഒക്കെ വില്ലന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഡയലോഗ് വൈസും അവരുടെ ഒരു സീൻ വൈസൊക്കെ അവർ എന്തെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്തിരിക്കും ആ സിനിമയിൽ അല്ലെ. വെറുതെ ആക്ഷൻ മാത്രമല്ല അല്ലെ, നല്ലൊരു ഡയലോഗ് ഉണ്ടാവും, ഒരു എപ്പോഴും ഒരു നല്ലൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കമന്റ് എപ്പോഴും ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് ഒരു വില്ലൻ പ്രാധാന്യം മലയാള സിനിമയിൽ എങ്ങനെയാണെന്നാണ് ഇപ്പം വിനീഷിന് തോന്നുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത്? ഇപ്പോഴത്തെ കാലത്ത് ഞാൻ തമിഴിൽ ചെന്നപ്പോഴാണ് മലയാളത്തിൽ നിന്ന് ഭയങ്കര മാറ്റമുണ്ട്. വില്ലന് പെർഫോം ചെയ്യാനുള്ള ഒരു വേദി തന്നെ ഉണ്ട് അവിടെ. ഞാൻ മലയാളത്തിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ടായിട്ട്. അറ്റ്ലി സാറിന്റെ പടത്തിൽ തെറിയിൽ അത് എനിക്ക് ആ ഒരു പരാതി മാറിക്കിട്ടി. എന്നെ വെച്ചിട്ട് ഒരുപാട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ തെറി എന്ന് പറഞ്ഞ പടത്തിൽ. കൂടുതലും മലയാളത്തിൽ നിന്ന് മറ്റുള്ള ഭാഷയിലാണ് വില്ലന്മാർക്ക് കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം. മലയാളത്തിലെ ഒരു വില്ലന്മാർക്ക് കൂടുതൽ ശോഭിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കോമഡിയാണ് കൂടുതൽ. ഞാൻ കോമഡി ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. വില്ലന്മാരെല്ലാരും കോമഡിയാണ്. അങ്ങനെ ഒന്ന് കളം മാറ്റി ചവിട്ടാൻ ആഗ്രഹിക്കുകയാണല്ലേ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ പുതിയ പടങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു കോമഡി. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മസിലൊക്കെ പിടിച്ച് അല്ലെ, ഡയലോഗൊക്കെ പറഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ ഒരു നായകനെ ഇടിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ പ്രതിനായകൻ അല്ലെ, അത്തരത്തിലുള്ള വേഷങ്ങളൊക്കെയാണ്. ബിനീഷിനെ സംബന്ധിച്ചൊരു ഒരു ഹ്യൂമറും കൂടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ബിനീഷിന് അഭിനയിക്കാൻ നന്നായിട്ട് കഴിവുണ്ട് എന്ന് അതൊന്നും സമർത്ഥിക്കുക, അത് തന്നെയാണോ ഉദ്ദേശം? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരു അവസരം ആരും തന്നിട്ടില്ല അഭിനയിക്കാനുള്ള അവസരം. കൂടുതലും ഫൈറ്റും അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ തെറിയിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നിട്ടുണ്ട്. അത് ഇറങ്ങിക്കഴിയുമ്പോ കൂടുതലും മലയാളത്തിലേക്ക് കൂടുതൽ ചാൻസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, ഈ വിജയുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിലൊക്കെ വിജയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഞാൻ ആദ്യത്തെ ഷോട്ട് തന്നെ വിജയുടെ ഡയലോഗ് പറയുന്ന സീനാണ്. അതിലൊരു പേടി തോന്നിയോ? ഞാൻ ഇവിടെ മമ്മൂട്ടി ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച കാരണം പേടിയില്ല ശരിക്കും. എന്നാലും വിജയ് സാറിനോട് ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞപ്പോ ഞാൻ ടേക്ക് ശരിയായില്ല ആ ടേക്ക്. അപ്പൊ വിജയ് സാറ് അതിനെ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ആക്ടർ വിജയായിട്ട് കാണണ്ട, കഥാപാത്രമായിട്ട് കണ്ട് ബിഹേവ് ചെയ്യാൻ പറഞ്ഞു. കൂടുതൽ ഹെൽപ്പ് ചെയ്യും പുള്ളി. വിജയ് സാർ സാധാരണക്കാരെ പോലെയാണ് നമ്മളോടൊക്കെ. ഈ സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്നത് ബിനീഷ് തന്നെയാണ്? ഞാൻ തന്നെ ജെമിനി സ്റ്റുഡിയോയിൽ പോയി ഞാൻ തന്നെ ഡബ് ചെയ്ത്. ആർട്ടി സാർ പ്രത്യേകം പറഞ്ഞു എന്റെ വോയിസ് തന്നെ മതി. തമിഴും മലയാളവും? തമിഴ്. മലയാളികള് തമിഴ് സംസാരിക്കുന്ന ചൊവ്വയുള്ളൊരു കൊച്ചിക്കാര് തമിഴ് പറയുന്ന പോലെയാണോ? അതെ അതെ അതെ. എന്താ ഒരു ഡയലോഗ് ഒന്ന് പറയാമോ തമിഴില് അതിനകത്ത്? അത് വിജയ് സാറിനെ കളിയാക്കണ സീനുണ്ട്. അപ്പൊ വിജയ് സാറിന്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ വിജയ് സാറിനെ നോക്കി ചിരിക്കും. വീട്ടിൽ നിന്ന് ഇറക്കി വിളിച്ചിരിക്കാൻ വേണ്ടിയുള്ള സംഭവം. അപ്പൊ പുള്ളി ഒരു പാവം ക്യാരക്ടറാണ്, ആ ഒരു ബിഹേവ് ചെയ്യണത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കും, എൻ്റെ വേറൊരു കൗണ്ടർ ഡയലോഗ് ഉണ്ട്. പിന്നെ കൊലയും മുയാച്ചി എന്ന് പറയും, കൊലപാതകമാണ് അവൻ ചെയ്തിട്ടുള്ളതെന്ന് പറയും. അതിനെ പിന്നീട് പേടിച്ചു പോയി ചേട്ടാ എന്ന് പറയും. അങ്ങനത്തെ കുറെ ഡയലോഗ് ഉണ്ട്. പിന്നെ ഒരുപാട് ഡയലോഗ് ഉണ്ട്. സസ്പെൻസ് ഇപ്പൊ കളഞ്ഞത് സിനിമയുടെ സസ്പെൻസ് ഉള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്തേക്കണം. ഓക്കെ, അങ്ങനെ അത് വേണ്ട. പ്രേക്ഷകരെ ആരും കേട്ട് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടില്ല. ഒരു തിയേറ്ററിൽ പോയത് ആസ്വദിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ കോമഡിയും ചെയ്യുന്നത് ഇഷ്ടമാണ്. നമുക്കറിയാം ഇപ്പൊ ജനാർദ്ദനൊക്കെ നല്ല വില്ലൻ വേഷം ചെയ്തിട്ട് പിന്നെ കോമഡിയിലേക്കൊക്കെ വന്ന ആളാണ്. അതുപോലെ രാജൻ പി ദേവ് പിന്നെ അങ്ങനെ ചെയ്തു. നമ്മുടെ ഭീമൻ രഘു. അപ്പൊ ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവർക്കും കോമഡിയോടൊരു പ്രത്യേക താല്പര്യം എപ്പോഴും ഉണ്ടോ? ശരിക്കും വില്ലൻ വേഷം ചെയ്യുന്ന ആൾക്കാരെല്ലാരും കോമഡിയന്മാരാണ്. അവര് നമ്മൾ ഈ കാണുന്ന ലുക്ക് ഉണ്ടാവുള്ളൂ, ടഫ് ലുക്ക് മാത്രം ഉണ്ടാവുള്ളൂ. അവരോട് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, അവര് എന്തെങ്കിലും കോമഡി പറഞ്ഞിരിക്കും. അവര് ഭയങ്കര കോമഡിയന്മാരാണ്. സാധാരണ അങ്ങനെയാണോ? ഞാൻ അത്യാവശ്യം റിയൽ ലൈഫിൽ നല്ല കോമഡി പറയുന്ന ആളാണ്. നമ്മുടെ ലുക്ക് ബേസ് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എങ്ങനെയായിരുന്നു? ബോഡി ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ താടി മുടി സ്റ്റൈലിംഗ് അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നോ? 300 എന്ന് പറഞ്ഞൊരു പടം കണ്ടോ, സ്പാർട്ടൻ. അത് കണ്ടതിന് ശേഷം എനിക്ക് താടി വളർത്താനുള്ള എന്റെ ഒരു ഫിഗർ ഉണ്ടെന്നൊരു വരക്കണ ഒരാൾ പറഞ്ഞു. 300-ലെ നായകൻ എന്റെ ഫിഗറാണെന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ ആ പടം കണ്ടിട്ട് ആ ഒരു ശൈലി അനുകരിച്ചതാണ്. 300 പോലെ. അപ്പൊ ഡാം ട്രിപ്പിൾ നയനിന് സാറിന്റെ ഒരു പടം ഡാം ട്രിപ്പിൾ നയനിന് ആ ഒരു ഫിഗർ കണ്ടിട്ട് എന്നെ വിളിച്ച് ഒരു ഹോളിവുഡ് പടമായിരുന്നു. ഇപ്പൊ താടി ഇങ്ങനെ വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വേഷങ്ങൾ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് താടി കളയാൻ പറ്റില്ല. ഒരു വർഷത്തില് 10, 15, 20 പടം ഒക്കെ ചെയ്യുമായിരുന്നു ആ ടൈമില്. ശരിക്കും നായകന്മാരെ പോലെ ഒരു സിനിമ ചെയ്തിട്ട് മാറ്റാനാണെങ്കിൽ ആ നായകനൊന്നുമില്ലല്ലോ. അത് കാരണം ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് മാറ്റാൻ പറ്റിയിട്ടില്ല. എന്തായാലും മലയാള സിനിമയിൽ ഇപ്പം കൂടുതൽ അറിയപ്പെട്ടത് ഒരു വില്ലനെ വേണമെങ്കിൽ ബിനീഷിന്റെ പേരും എല്ലാവരും സംവിധായകർ ആദ്യം തന്നെ പരിഗണിക്കാറുണ്ട്. തമിഴിലും ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുന്നത് അതൊരു വലിയ അവസരം തന്നെയാണ് ലഭിച്ചത്. അതെ, തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്നതാണ് 14-ാം തീയതി ആകാൻ വേണ്ടി. ഓക്കെ വിനീഷ്, പ്രേക്ഷകർ ഒരു പ്രതീക്ഷ വന്നു കാണുമല്ലേ? നമ്മുടെ തോപ്പുംപടിക്കാരനായ ഒരു വില്ലനെ തെറിയിൽ കാണാൻ പറ്റുന്ന ഒരു അവസരത്തിനായി അവരും കാത്തിരിക്കുകയായിരിക്കും. എല്ലാ ആശംസകളും നേരുന്നു ബിനീഷ്. വളരെയധികം നന്ദി. കൂടുതൽ അവസരങ്ങൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ, അന്യഭാഷകളിലും ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.